ഹേയ് ഗായ്സ്, ഇന്നൊരു പൊള്ളി ഡേ ആയിരുന്നു കേട്ടാ. വെളുപ്പിന് തന്നെ പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കിട്ടില്ല. എന്താ പറയുക, രാവിലെ തന്നെ എനിക്ക് വെളുപ്പിന് തന്നെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അവിടെ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ ഇല്ലേ, ഒരു കുഞ്ഞി പശുവട്ടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മറ്റേ ഏതോ ഒരു വലിയ ബ്രീഡിൻ്റെ, നാട്ടിലത്തെ ബ്രീഡായിട്ടുള്ളൊരു ക്രോസ് ആണെന്നാണ് പറഞ്ഞത്. ഇന്ന് അളിയനും ഉണ്ടായിരുന്നു വർക്കിന്. ചെന്നപ്പോൾ തന്നെ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും. ഓഫ്, പൊള്ളി സാധനം. ആകാശത്തേക്ക് വിമാനവും പോണ്. അതും കണ്ടിട്ടിരുന്നാണ് ഇഡ്ഡലി കഴിച്ചേട്ടാ. ആദ്യം തന്നെ ഒരു വിമാനം പോയപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ നോക്കി. പക്ഷേ മാനത്തോട്ട് മൊബൈലും വെച്ചിട്ടിരുന്നപ്പോൾ ഭയങ്കര എന്താ പറയുക, ബ്ലറായിപ്പോയി. തൊട്ട് പുറകെ ദേവന് നമ്മുടെ ഖത്തർ എയർവേസ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഖത്തർ എയർവേസ്. അങ്ങനെ ഖത്തർ എയർവേസ് കണ്ടു. ഓഫ്, പൊളി സാധനം. നല്ല വലിയ ഫ്ലൈറ്റാണ്. പക്ഷേ പൊക്കത്തിലൂടെയാണ് പോയത്. കാരണം നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ മാഞ്ഞാലി ഏരിയ ആയിരുന്നു. അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നേരെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ അവിടെ പിള്ളേർ പോളോ ഇട്ടിട്ട് വെറുതെ പൊള്ളി സാധനം പടേന്ന് പറഞ്ഞു. ചെന്ന പാടെ തന്നെ പടക്കൊക്കെ കടയിൽ കയറിയ പോലത്തെ ഒരു വൈബായിരുന്നു. ഒരു എന്താ പറയുക, പിള്ളേർ ആ ഒരു പോളോ വെച്ച് വെറുതെ പൊട്ടിച്ച് വെറുതെ പൊളിയാക്കി കളഞ്ഞു. ഫാമിലിയൊക്കെ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്. കാരണം കുറേ നാളെ ഇങ്ങനത്തെ ഒരു കല്യാണം കൂടിയിട്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ വന്നിട്ട് പൊട്ടിക്കുന്നൊരു പരിപാടി, കെട്ടിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹോമകുണ്ടവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ട്രഡീഷണൽ മൂഡിലെ കല്യാണം. പക്ഷേ എൻ്റെ പൊന്നെ, നിങ്ങളിത് കണ്ടില്ലേ എന്തോരം പൂവാണെന്നറിയോ കെട്ടിവിട്ടത്. എനിക്കൊരു പടം മര്യാദക്കുള്ള നേരെ കിട്ടിയില്ല. അതെനിക്ക് രണ്ടാമത് അവരൊക്കെ ഉണ്ടാണ് ഇടിയിപ്പിച്ചത്. മനസ്സിലായ? അതിന് അളിയനുണ്ടായിരുന്നു. അളിയൻ ഒരു എന്താ പറയുക, നല്ല വാങ്ങിയിട്ടാണ്. അളിയൻ എന്ന് പറയുമ്പോൾ ജിബിതറ അങ്ങളായിട്ട് വരും. അവൻ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വന്നിട്ട് അവൻ്റെ വീഡിയോ ഫോട്ടോ എടുക്കാനാണ് അവൻ ആഗ്രഹം. എന്ത് പറയാനാണ് കേട്ടോ, എൻ്റെ ഒരു വീഡിയോ പോലും മര്യാദ എടുത്തില്ല. സത്യമാണ്. അപ്പം എപ്പോഴും അതെ, അവൻ്റെ ഫോട്ടോസ് കാര്യങ്ങളാണ് അവന് ഭയങ്കര ഇഷ്ടം. എൻ്റെ എടുത്ത് തരും. അങ്ങനെ ഒരു അളിയൻ അടിപൊളി ബന്ധമാണ്. പിന്നെ അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ തന്നെ. അവിടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വെറുതെ വെടിക്കെട്ട് ഫാമിലി. പെണ്ണിൻ്റെ ഫാമിലി ഡോക്ടർ ഫാമിലി ആണെങ്കിലും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചോറ് ഞാൻ ഇരുന്നിട്ട് എൻ്റെ പൊന്നെ ആനക്കിട്ട് അത്രയും ചോറായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കപ്പിൾ പരിപാടിയും കുറച്ച് സിംഗിൾ പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ റിസപ്ഷന് പോയത്. ഓ, നല്ല സണ്ണി വെതറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. നല്ലൊരു ഈവനിങ് ആയിരുന്നു. കുറച്ചു നേരം പോസ്റ്റുകൾ ഉണ്ടായെങ്കിലും നമുക്ക് അവിടുത്തെ ഫുഡ് സ്നാക്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റണത് അങ്ങനെയാണ്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള അവിടെ കിട്ടുകയും അങ്ങനെ ആ പരിപാടി